ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ്. ഇന്നത്തെ കുക്കിംഗ് എൻ്റെ വകയാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു കൂട്ടാനും കറിയും എല്ലാം കൂടി ചേർന്നൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ക്യാരറ്റ്, തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു ഏലക്ക, 2 ഗ്രാമ്പൂ പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ച്, പാൻ ചൂടായി എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച ഒന്ന് ചതച്ച് വെച്ച ഏലക്കയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. സവാള ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേട്ടിരിക്കാം. അവിടെ ഫ്രണ്ട് പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുക. എന്നിട്ട് ഇനി ഓരോ വെജിറ്റബിൾസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളങ്ങനെ ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ് ഉള്ളി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക, വഴറ്റിയെടുക്കുക. അതിന് ശേഷം കുറച്ച് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഞങ്ങളിവിടെ എന്ത് കൂട്ടാൻ വെച്ചാലും എന്ത് കറി വെച്ചാലും അതിനകത്ത് കുറച്ച് ചിക്കൻ മസാല ഇടാറുണ്ട്. അങ്ങനെ ആ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഗരം മസാല അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല. വേണ്ടെങ്കിൽ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് വഴറ്റി എടുക്കുക. കുത്തലൊക്കെ മാറണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയൊരു സാധനമാണ് കൊഞ്ച്. അതും കൂടിയിട്ട് ഒന്ന് അതിനകത്തിട്ട് മിക്സാക്കി എടുക്കുക. ഫ്രണ്ടിനോട് ഞാൻ ഇതൊരു കൊഞ്ച് കറിയാണെന്നാണ് പറഞ്ഞത്, പക്ഷേ കൊഞ്ച് വളരെ കുറവാണ്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാതെ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് പോകും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഫോൺ ഒരിടത്ത് വെക്കാതെ പിന്നെ കയ്യെ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഷേക്കാവുന്നുണ്ട്. എല്ലാ വെജിറ്റബിൾസിലും മസാല നന്നായിട്ട് പിടിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ആദ്യം വൃത്തിയാക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.